വേണ്ടി ഒരു സ്ഥാനാർത്ഥിയായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഈ മണ്ഡലത്തിലെ ഓരോ ഉൾഭാഗത്ത് പോകുമ്പോഴും എനിക്കറിയാം. ഞാൻ 10 വർഷക്കാലം അഴീക്കോട് ജനപ്രതിനിധിയായി നിന്ന ഒരാളാണ്. അഴീക്കോട് മത്സരിക്കാൻ ചെല്ലുമ്പോഴുള്ള ഒരവസ്ഥ എത്രമാത്രം ദുരിതപൂർണമായിരുന്നു എന്ന് ഞാൻ ഇപ്പോഴും പകർത്തിവെച്ച ചിത്രങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. 10 വർഷം കൊണ്ട് ആ മണ്ഡലത്തെ ഏറ്റവും നല്ല കണക്ടിവിറ്റി ഉള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കാനൊക്കെ അധ്വാനിച്ച അധ്വാനം, അതിനെടുത്ത ഒരു എഫേർട്ട് പറഞ്ഞ് തീർക്കാനാവാത്തതാണ്. പക്ഷെ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഈ മണ്ഡലത്തിന്റെ ഏത് കോണിൽ പോയാലും ഏത് ഭാഗത്ത് പോയാലും ഏറ്റവും മനോഹരമായ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട് എന്നത് വേങ്ങരയുടെ ഒരു പ്രത്യേകതയാണ്. അതും ഒരു അന്താരാഷ്ട്ര നിലവാരത്തിൽ നല്ല കൃത്യമായ MNDC മാത്രമല്ല, എല്ലായിടത്തും സിഗ്നലുകൾ അടക്കം വെക്കുന്ന PWDയുടെ മനോഹരമായ റോഡുകൾ, കോൺസ്റ്റൻസിയുടെ എല്ലാ ഭാഗങ്ങളിലേക്കുമുള്ള കണക്ടിവിറ്റികൾ, അതൊരു പ്രത്യേകതയാണ്. പ്രത്യേകിച്ച് ഈ മണ്ഡലത്തെ വേർതിരിക്കുന്ന ഇതിലെ വലിയ പുഴകൾ കൊണ്ട് വേർതിരിച്ച് കിലോമീറ്ററുകൾ കറങ്ങി പോകേണ്ടുന്ന ഒരു നിയോജക മണ്ഡലത്തെ വളരെ പെട്ടെന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള കണക്ടിവിറ്റികൾ ഉണ്ടായിരുന്നു. വേങ്ങര ഒരു ചെറിയ മണ്ഡലമാകുന്നത് ഇപ്പോൾ ഇവിടെ വരുമ്പോഴൊക്കെ എന്നോട് എല്ലാവരും പറയുന്നത് ചെറിയ മണ്ഡലമാണെന്ന് പറയുന്നത് വേങ്ങര ഒരു ചെറിയ മണ്ഡലമായതുകൊണ്ടല്ല, കറങ്ങിത്തിരിഞ്ഞു മറിഞ്ഞോടേണ്ടുന്ന മണ്ഡലത്തെ കൃത്യമായ കണക്ടിവിറ്റി കൊണ്ട് പരസ്പരം ചേർത്തു വെച്ചത് കൊണ്ടാണത് നമുക്ക് ചെറുതായിട്ട് തോന്നുന്നത്. വികസനത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ വളരെ പതുക്കെയാണത് പൂർത്തീകരിച്ചു വരാനാവുക. 15 വർഷം കൊണ്ട് ഈ മണ്ഡലത്തിലെ ശക്തമായ ഒരു കുടിവെള്ള പ്രശ്നം, ഞാനൊക്കെ അഴീക്കോട് മണ്ഡലത്തിൽ നിന്ന് പോരുമ്പോഴും 3ാമത്തെ തവണ മത്സരിക്കാൻ ചെല്ലുമ്പോഴും എൻ്റെ മുമ്പിലുണ്ടായിരുന്ന വലിയ ത്രെട്ട് ഒരു കുടിവെള്ള പ്രശ്നമാണ്. അത് അവിടുത്തെ മാത്രമല്ല, കേരളത്തിന് മാതൃകയാവുന്ന തരത്തിൽ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞ ഒരിടം ഒരുപക്ഷെ ഈ ഇവിടുത്തെ മണ്ഡലത്തിൽ വന്നിട്ടുള്ള ഒരു പ്രത്യേകതയാണ്. പിന്നെ വികസന പ്രവർത്തനങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ട്. അത് നൈരന്തര്യമായ ഒരു പ്രവർത്തനമാണ്. നമുക്കത് ചെയ്തു തീർക്കാനാവില്ല. ഞാൻ പലപ്പോഴും TV അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, 3 വരി പാത ഇപ്പോഴ് നമുക്ക് നാഷണൽ ഹൈവേയിലുണ്ട്. പക്ഷെ നമ്മൾ കുറച്ച് ഓടി തുടങ്ങിയപ്പോഴേക്കും നമ്മൾ പറയുന്നത് ഒരു 6 വരിയെങ്കിലും അത് വേണമായിരുന്നു എന്നാണ്. 6 വരി കിട്ടുമ്പോൾ അത് നമുക്ക് 10 വരി വേണമെന്ന് തോന്നും. ഇത് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു കാര്യമാണ്. അത് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അത്തരത്തിലൊരു കോൺസ്റ്റൻസിയിലാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് തുടങ്ങി വെച്ച പ്രവർത്തനങ്ങളെ തുടങ്ങിവെച്ചത് പൂർത്തീകരിക്കാനും സ്വപ്നം കണ്ടിടത്തേക്ക് എത്തിക്കാനുമുള്ള ഒരു ഉത്തരവാദിത്തമായിട്ട് എന്നെ ഏൽപ്പിക്കുന്നത്. രണ്ടാമത് കുഞ്ഞാലിക്കുട്ടി സാഹിബ് എന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുമ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, പുതിയ കാലത്തിനനുസൃതമായ വികസനങ്ങൾ കൂടെ കൊണ്ടുവരാൻ കഴിയുന്ന ഒരാൾ എന്ന നിലക്ക് അതും കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ്. ഞാൻ നിങ്ങളോട് 1-2 കാര്യങ്ങൾ മാത്രം പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്ന് പറയുന്നത് ഒരു പൊതുവെ UDFന്റെ ഒരു പ്രവർത്തകനായി നടക്കുന്ന ഒരാൾ എന്ന നിലക്ക്, ഒരു പ്രചാരകനായി നടക്കുന്ന ഒരാൾ എന്നുള്ള നിലക്ക് അത്യാവശ്യം നിങ്ങൾക്ക് എന്നെ കുറിച്ച് അറിയാവുന്നതാണ്. 10 വർഷം നിയമസഭയിൽ ഒരു അംഗമായിരുന്നു എന്ന നിലക്കും നിങ്ങൾക്കറിയാം. ഞാൻ MSFലൂടെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന് യുവജന പ്രസ്ഥാനത്തിന്റെ ഭാരവാഹിത്വം ഏറ്റെടുത്ത് ചെറിയ പ്രായത്തിൽ, എനിക്ക് വളരെ ചെറിയ പ്രായത്തിൽ പഞ്ചായത്തിൽ മത്സരിക്കുകയും പഞ്ചായത്തിലെ പ്രസിഡന്റ് ആവുകയും ഒക്കെ ചെയ്തിട്ടുള്ള പൊതുപ്രവർത്തന രംഗത്ത് സജീവമായി നിൽക്കുന്ന ഒരാൾ. അറിയേണ്ടുന്ന ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് വോട്ട് ചോദിക്കുന്നതിന് മുമ്പ് പറയേണ്ടതായിട്ടുണ്ട്. അതിനുള്ളൊരു അവസരമായി നിന്നതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അങ്ങനെ വന്നിട്ടുള്ള ഒരാളാണ്. അത് കഴിഞ്ഞിട്ടാണ് എന്നോട് പാർട്ടി അഴീക്കോട് മത്സരിക്കാൻ പറയുന്നത്. ആ മത്സരത്തിന്റെ ഘട്ടം വേങ്ങരക്കാർക്ക് പറയേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുന്ന സമയമാണ്. കേരളത്തിൽ ആ സമയത്ത് അനഭിലഷണീയമായ ഒരു വലിയ വിഷയം നടക്കുന്നു. ബാബരി മസ്ജിദിന്റെ
അതിസങ്കടകരമായ തകർച്ചയ്ക്ക് ശേഷം ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ വന്ന ഗതിവിഗതികൾ, അതിന്റെ രീതികളൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം, ഞാൻ പറയേണ്ട കാര്യമില്ല. അതിനിടയിൽ അതിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ മൈനോറിറ്റിയെ അപകടപ്പെടുത്താൻ നടത്തുന്ന അതിതീവ്രമായ ചില സമീപനങ്ങൾ വളരെ ബുദ്ധിപരമായി, വളരെ സെക്കുലറായി ജീവിക്കുന്ന കേരളത്തിലെ മുസ്ലിം സമൂഹത്തിനിടയിൽ ഒരു ശ്രമം നടത്തുകയുണ്ടായി. ആ ശ്രമത്തിന്റെ ഭാഗമായി ചില ആളുകൾ സമുദായത്തിനകത്ത് വലിയ പ്രശ്നങ്ങളുമായിട്ട് വന്ന സമയത്ത് ആ തീവ്രവാദ ശക്തികൾക്കെതിരെ സമുദായത്തിനകത്തുള്ള എല്ലാ ആളുകളെയും ഒരുമിപ്പിച്ച് നിർത്തി പോരാട്ടം നടത്തുകയും മതേതര ശക്തികൾക്ക് കരുത്തു പകരാൻ ഞങ്ങൾ ചെയ്യേണ്ട ഉത്തരവാദിത്തം അതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്തൊരു കാലമാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ അതിനുവേണ്ടി എഴുതുകയും പറയുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയം. ഞാൻ ഒരുപാട് കാലമായി പ്രവർത്തിക്കുന്ന സംഘടനാ രംഗത്ത് നിൽക്കുന്ന ആ കാലത്ത് യൂത്ത് ലീഗിന്റെ വെറും ഒരു ഭാരവാഹിയായിരിക്കുന്ന സമയത്ത് അന്ന് ഈ എന്നെ കുറ്റം പറഞ്ഞ് ഇപ്പൊ പലതരത്തിൽ ആക്ഷേപിക്കുന്ന ആളുകൾ തന്നെ, ഇന്നലെയും ഇവിടെ വെച്ച് പറഞ്ഞിട്ടുള്ള ആളുകൾ തന്നെ, അവരുടെ സർക്കാർ, UDF സർക്കാരല്ല, ഇപ്പോഴും എന്റെ കൂടെ 2 പോലീസുകാരുണ്ട്. ഏകദേശം ഒരു 18 വർഷം അധികമായി. ഞാൻ MLA ആയിരിക്കുന്ന കാലയളവിലല്ല. എന്തിനാണ് പോലീസ് സംരക്ഷണം സർക്കാരിന്റെ ചെലവിൽ എനിക്ക് ഇപ്പോഴും ഏർപ്പെടുത്തിയത് 18 കൊല്ലമായിട്ട് വെക്കുന്നത് എന്ന് ഈ പറയുന്നവർ പറയേണ്ട മറുപടിയാണ്. എന്തിനാണത്? എന്ത് ഭീഷണിയാണ്? ആരാണ് ഷാജിക്കയുടെ ജീവന് ഭീഷണിയായി നിൽക്കുന്നത് എന്ന് പറയേണ്ടത് ഞാനല്ല, ഗവൺമെന്റ് ആണ്. 10 വർഷം ഭരിക്കുന്ന സഖാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയും എന്റെ ഈ ഗൺമാൻമാരെ പിൻവലിച്ചിട്ടില്ല. അവരിപ്പോഴും ഉണ്ട്. എന്ത് തെറ്റ് ചെയ്തതിനാണ് എന്ന് നിങ്ങൾ പറയൂ. ഞാൻ ഈ രാജ്യത്തിലെ മതതീവ്രവാദികളോട് കോംപ്രമൈസ് ചെയ്യാതെ പൊരുതിയതിന്റെ ഫലമായി അപകടപ്പെടും ജീവിതം എന്ന് ഗവൺമെന്റ് മനസ്സിലാക്കി അവരുടെ ഉത്തരവാദിത്തത്തിൽ വെച്ച പോലീസുകാരാണ്. ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല, ഒരു വെള്ളക്കടലാസിൽ എനിക്ക് പോലീസ് സംരക്ഷണം വേണമെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ പ്രവർത്തിക്കുന്ന ജീവിതത്തിനകത്ത് അങ്ങനെ ഒരു ആവശ്യവും ഞാൻ ഉന്നയിച്ചിട്ടില്ല. അഴീക്കോട് ഞാൻ ചെല്ലുമ്പോൾ എനിക്കെതിരെയുള്ള ആരോപണം ഞാൻ സമുദായത്തെ ഒറ്റുകൊടുക്കുന്നവനാണ്, RSSകാരനാണ്, മോദി ഭക്തനാണ്, കുമ്മനം ഷാജിയാണ്, ഒറ്റുകാരൻ ഷാജിയാണ്, വിശകല ടീച്ചറുടെ അനുജനാണ്. അതുകൊണ്ട് മുസ്ലിം വിരുദ്ധനായ ഷാജിയെ തോൽപ്പിക്കാൻ ഞങ്ങളുടെ വോട്ട് CPM കൊടുക്കുന്നതാണ് അന്ന് പറഞ്ഞത്. ആ കാലം കഴിഞ്ഞു. 2ാമത്തെ തെരഞ്ഞെടുപ്പിലേക്ക് ഞാൻ മത്സരിക്കുന്ന സമയം വന്നപ്പോൾ എന്നെ കുറിച്ച് പറഞ്ഞൊരു കാര്യം, CPMകാരെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. പറയുന്നതിൽ പോലും ഒരു വ്യക്തത ഉണ്ടാവില്ല. എന്നെ കുറിച്ച് പരസ്യമായി പ്രസംഗിച്ച പ്രസംഗന്റെ കയ്യിലുണ്ട് CPMന്റെ നേതാവ്. എന്താണെന്നറിയോ? കാരണം ഞാൻ മത്സരിച്ചത് അഴീക്കോടാണ്. 20-നും 25% ഇടയിലാണ് അവിടുത്തെ മുസ്ലിം പോപ്പുലേഷൻ. അത്രേ മുസ്ലിങ്ങളുള്ളൂ. അപ്പൊ അവിടെ എനിക്ക് എന്നെ എന്താക്കണം? ഒരു മുസ്ലിം തീവ്രവാദിയാക്കണം. അവിടെ 2ാമത്തെ തെരഞ്ഞെടുപ്പിൽ അവർ മനസ്സിലാക്കി. ആദ്യം ഞാൻ മുസ്ലിം വിരുദ്ധനായി, അത് ചെലവായില്ല, ഞാൻ ജയിച്ചു. 2ാമത്തെ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ പറഞ്ഞത് ഷാജി ഇടത്തോട്ട് മുണ്ടുകൊടുക്കുന്ന ആളാണ്, പരസ്യമായി പ്രസംഗിക്കുകയാണ്. അപ്പോഴാണ് ഞാനും ആലോചിക്കുന്നത്, ഇടത്തോട്ട് ഇപ്പൊ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇറങ്ങിപ്പോയി, ഞാൻ ഇടക്കിടക്ക് ശ്രദ്ധിക്കാറുണ്ട്, അദ്ദേഹം സ്ഥിരമായിട്ട് വലത്തോട്ടാണ് മുണ്ടെടുക്കുക. ഈ ഇടത്തോട്ട് മുണ്ടെടുക്കുന്നവനാണ് എന്ന് പ്രസംഗിക്കുന്ന CPM നേതാക്കന്മാരാണ്. സത്യത്തിൽ ഞാനൊക്കെ വിദ്യാർത്ഥി രാഷ്ട്രീയ രംഗത്ത് ഇവിടെ KSUവിലൂടെയൊക്കെ വളർന്നു വന്നിട്ടുള്ള റിയാസിനെ പോലുള്ള ആളുകളും ഒക്കെ ഇവിടെ ഉണ്ട്, മജീദ് ഖാനെ പോലത്തെ ആളുകളൊക്കെ ഉണ്ട്. നമ്മളൊക്കെ എങ്ങനെയായിരുന്നു മുണ്ടെടുക്കുക എന്ന് വെച്ചാൽ, ഒരു മുണ്ടുണ്ടാവുക അന്ന് MSY നടക്കുമ്പോൾ ഒറ്റ പോക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്. അങ്ങനെ ഒരു മുണ്ടെടുത്ത് ഇങ്ങനെ കഴിയുമ്പോൾ പിറ്റേ ദിവസം അവിടെയൊക്കെ ചളിയായിട്ടുണ്ടാകുമ്പോൾ ആ മുണ്ടൊന്ന് തിരിച്ചെടുക്കും. അപ്പൊ ആദ്യം എടുക്കുമ്പോൾ ഇത് വലതു ഭാഗത്തേക്കാണ്, 2ാമത് തിരിച്ചെടുക്കുമ്പോൾ ഇത് ഇടതു ഭാഗത്തേക്കാകും. പിന്നെ ഈ അരയിൽ ഇങ്ങനെ ചുളിയുമ്പോൾ നമ്മൾ ഒന്നൊരു വെള്ളമൊക്കെ കൂട്ടിയിട്ട് ഒന്ന് കുടഞ്ഞിട്ട് ആ മുണ്ട് നേരെ പിടിച്ചിട്ട് മുകളിലേക്കാട്ട് അരയിലുണ്ടായിരുന്ന ഭാഗം താഴെയായിട്ടൊക്കെ മുണ്ടെടുക്കും. അധ്വാനിച്ചിട്ട് വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ്. അല്ലാതെ മുഖ്യമന്ത്രിയുടെ മോളെ കെട്ടിയാൽ ഈ പനി ഉണ്ടാവില്ല, ആ ബുദ്ധിമുട്ടില്ലാതെ ജീവിച്ചു പോകാൻ പറ്റും. ഞങ്ങളൊക്കെ വിദ്യാർത്ഥി രാഷ്ട്രീയ രംഗത്ത് കഷ്ടപ്പെട്ട് അങ്ങനെ പോയിരുന്ന ഒരു കാലമുണ്ട്. അപ്പൊ എവിടെയാണ് ഈ മുണ്ടെടുക്കുക? പണ്ടത്തെ കാലത്ത് മലപ്പുറത്തെ നമ്മളെ കാരണവന്മാരോട് ചോദിച്ചാൽ പറയും, എന്തിനാ ഈ ഇടത്തോട്ട് മുണ്ടെന്ന് വന്നത് നിങ്ങൾക്ക് അറിയോ? എന്നുവെച്ചാൽ നമ്മൾ ഈ ഇടത്തു ഭാഗത്ത് നിന്ന് മൂത്രമൊഴിച്ചാൽ അന്ന് ഒരു സ്ഥലത്ത് കഴുകാൻ സൗകര്യം ഉണ്ടാവില്ല, മനരിക്കാതെ അന്ന് പറയാം.
അപ്പൊ അതിന്റെ ഒരു സൗകര്യത്തിന് വെള്ളവും തേടി പോകുന്നത് വരെ തൽക്കാലം ആ മൂത്രത്തുള്ളികൾ ദേഹത്ത് വീഴാതിരിക്കാനുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് അന്നത്തെ ആളുകൾ ഇങ്ങനെ പിടിക്കുന്നത്. അല്ലാതെ ഇതൊരു മോശപ്പെട്ട പണിയൊന്നല്ല. അതിനെ എന്നിട്ട് പറയാണ്, ഒരു മുസ്ലിം ഐഡന്റിറ്റി ആയിട്ട് ഇവർ പറയുന്നത് KM ഷാജി വലത്തോട്ട് മുണ്ടെടുക്കുന്നവൻ അഴീക്കോട് പ്രസംഗിച്ചതാണ്. നിങ്ങൾ മനസ്സിലാക്കണം. എന്നെ ഒരു കുഴപ്പക്കാരനായി ചിത്രീകരിക്കാൻ രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൽ. എന്നിട്ട് പറഞ്ഞു, സിറാത്തിന്റെ പാലം കടക്കണമെങ്കിൽ നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യണമെന്ന്. ഞാൻ നോട്ടീസ് അടിച്ചു എന്ന്. ഞാൻ സമസ്തയുടെ മദ്രസയിൽ, ഏതായാലും മദ്രസയിൽ 10ാം ക്ലാസ് പഠിച്ച, അത് കഴിഞ്ഞിട്ടും ഇസ്ലാമിക പഠനത്തിന് വേറെ കോളേജിൽ പോയിട്ടുള്ള ഒരാളാണ് ഞാൻ. 1ാം ക്ലാസ് പഠിച്ച ഏതെങ്കിലും ഒരു മദ്രസയിൽ പഠിച്ച കുട്ടി പറയോ സിറാത്തിന്റെ പാലം? സിറാത്ത് പാലം എന്ന് പറയും, സിറാത്തിന്റെ പാലം എന്ന് പറയില്ല. കാരണം എന്താണ്? സിറാത്ത് എന്ന് പറയുന്ന ഏതൊരു കമ്പനിയാണ്, ഓനുണ്ടാക്കിയ പാലം എന്നാണ് ഈ നോട്ടീസ് അടിച്ച നികേഷ് കുമാർ എന്ന് പറയുന്ന പെരുങ്കള്ളനായ രാഷ്ട്രീയക്കാരൻ വിചാരിച്ചത്. CPM-കാരൻ. ഒരു മുസ്ലിം അങ്ങനെ പറയൂല. മുസ്ലിം പറയാ സിറാത്ത് പാലം എന്നാണ്. സിറാത്തിന്റെ പാലം എന്നൊക്കെ പറഞ്ഞ് കള്ള നോട്ടീസ് അടിച്ചിട്ട് അത് ഷാജി അടിച്ചതാണ് എന്ന ആക്ഷേപം ഉന്നയിക്കുകയാണ് രണ്ടാമത്തെ തെരഞ്ഞെടുപ്പ്. 3ാമത്തെ തെരഞ്ഞെടുപ്പിൽ കൂട്ടാക്രമണമായിരുന്നു. ഷാജി പൈസ കട്ടു, അഴിമതിക്കാരനാണ്, കുഴപ്പക്കാരനാണ്, ഭയങ്കരനാണ് എന്ന് പറഞ്ഞ് എൻ്റെ വീട് 3 തവണ റൈഡ് ചെയ്തു. എൻ്റെ കുടുംബത്തെ ഭീകരമായി, ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഭീകരമായി പീഡിപ്പിച്ചു. എന്നെ ഉപദ്രവിക്കാത്ത പ്രശ്നങ്ങളില്ല. വലിയ സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടാക്കി വെച്ചു. ലക്ഷക്കണക്കിന് രൂപ സുപ്രീം കോടതിയിലെ കേസുകൾക്ക് വേണ്ടി ചെലവഴിച്ചു. ഒരുപാട് ജീവിതത്തിൽ വലിയ പ്രയാസം. ഒരിക്കലും ഞാൻ സങ്കടപ്പെടുകയോ ഒരു നിമിഷം പോലും പതറുകയോ ഒന്നും ചെയ്തിട്ടില്ല. കാരണം അങ്ങനെ പതറാനുള്ളതല്ല ജീവിതമെന്ന് കൃത്യമായിട്ട് അറിയുന്നത് കൊണ്ടും ഇത്തരം തല്ലിപ്പൊളികളുടെ മുമ്പിൽ ഒരു ദിവസം തലകുനിച്ച് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഈ മണ്ണിൽ നിന്ന് പിടഞ്ഞു മരിച്ചു വീടുന്നതാണ് എന്ന് വിചാരിക്കുന്നത് കൊണ്ട് ഒരു സർക്കാർ പോരാട്ടത്തിന്റെ മുമ്പിൽ ഞാൻ തലകുനിക്കാതെ അവർക്കെതിരെ പൊരുതി തന്നെ നിന്നു. അങ്ങനെ തന്നെ നിന്നു. ഞാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നോമിനേഷൻ കൊടുക്കുമ്പോൾ വക്കീലന്മാരുടെ ഒരു പടയായിരുന്നു വന്നിരുന്നത്. കാരണം അത്രക്ക് കേസാണ്, 10-20 കേസ് ഉണ്ടായിരുന്നു. ഇന്നിപ്പോ നോമിനേഷൻ അംഗീകരിച്ചു. വൈകുന്നേരം ഒരു പ്രശ്നമില്ല, 3 കേസേ ഉള്ളൂ, ബാക്കിയൊക്കെ തീർന്നു. എങ്ങനെ തീർന്നെന്നറിയോ? ഞാൻ വർഗീയവാദി എന്ന് നിങ്ങൾ വിളിച്ചത്, ഞാൻ അഴിമതിക്കാരൻ എന്ന് വിളിച്ചത്, ED ഉണ്ടാക്കിയ കേസ്, നിങ്ങൾ ഉണ്ടാക്കിയ കേസ് കേരളത്തിന്റെ സുപ്രീം കോടതി ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പിൽ വന്നു നിൽക്കുമ്പോൾ ഇപ്പൊ എനിക്ക് അതിന്റെ ഒരു സന്തോഷം വളരെ ശക്തമായിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ഒരു 1.5 മാസം മുമ്പാണ് എൻ്റെ വീട്ടിൽ, നിങ്ങൾ മനസ്സിലാക്കണം, 10 കൊല്ലായിട്ട് ഞാൻ വീടെടുത്തിട്ട്, ഏറ്റവും നന്നായിട്ട് വീടെടുത്തിട്ട്, നല്ല പെർഫെക്റ്റ് ആയിട്ട് കോഴിക്കോടത്തെ എഞ്ചിനീയറെ കൊണ്ട് വീടുണ്ടാക്കിച്ചിട്ട് എൻ്റെ വീടിന് നമ്പർ തരുന്നത് 10 കൊല്ലം കഴിഞ്ഞിട്ടാണ്. 1.5 മാസം മുമ്പാണ് എനിക്കത് കിട്ടുന്നത്. അതും സുപ്രീം കോടതിയിൽ, ഹൈക്കോടതിയിൽ പോയിട്ടാണ് ഞാൻ വാങ്ങുന്നത്. ഉപദ്രവിക്കാവുന്നതിന്റെ പരമാവധി ഉപദ്രവിച്ചു. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയുന്നു, ഒരൊറ്റ കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. നിങ്ങൾ ഇപ്പോൾ അവസാനം ഇന്നലെയും പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു ഞാൻ ഒരു വർഗീയത പറയുന്ന ആളാണ്, വർഗീയവാദിയാണ്. ഞാൻ എന്താണ് വർഗീയത പറഞ്ഞത് എന്ന് നിങ്ങളൊന്ന് പറഞ്ഞു തരണം. 4 വർഷം മുമ്പ് കോഴിക്കോട് കടപ്പുറത്ത് ഒരു റാലി നടക്കുന്നു വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, വഖഫുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ. ആ റാലിയിൽ ഞാൻ നടത്തിയ പ്രസംഗം ഞങ്ങള് സുഹൃത്തുക്കളൊക്കെ രാവിലെ ഇരുന്ന് ആലോചിക്കുമ്പോൾ പ്രസംഗിക്കേണ്ടത് എന്ത് എന്ന് ചിന്തിക്കുമല്ലോ. എന്റെ മനസ്സിനെ വല്ലാതെ അലട്ടിയ ഒരു പ്രശ്നമുണ്ട് അന്ന്. അന്നത്തെ തലേ ദിവസം കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ പ്രിൻസിപ്പള്, അവരുടെ ഒരു പത്രസമ്മേളനം ഉണ്ടായിരുന്നു. ആ പത്രസമ്മേളനത്തിൽ പ്രിൻസിപ്പൾ പറയാണ്, ഈ കോളേജ് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. കോളേജിന്റെ പിന്നാമ്പുറത്ത് ഒരു ഒഴിഞ്ഞ സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് SFIക്കാരുടെ പരാക്രമമാണ്. കുറെ പെൺകുട്ടികളും ആൺകുട്ടികളും പരസ്യമായി മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നു, മദ്യം കടിക്കുന്നു. ക്യാമ്പസിനല്ല, സമൂഹത്തിന് നിരക്കാത്ത ഇടചേരലുകൾ പോലും ഞാൻ കാണുന്നു. പറയുന്നത് പ്രിൻസിപ്പളാണ്. ഞാൻ സംസാരിക്കുന്നത് തെരഞ്ഞെടുപ്പ് യോഗത്തിലാണ്. ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ആ പ്രിൻസിപ്പലിന്റെ പത്രസമ്മേളനം എന്റെ കയ്യിലുണ്ട്. എന്നിട്ട് പ്രിൻസിപ്പൾ പറയും, ഞാൻ അവരോട് പോയിട്ട് ഇതിവിടെ പാടില്ല എന്ന് പറഞ്ഞപ്പോ ടീച്ചർക്ക് ലൈവായിട്ട് കാണിച്ചു തരാം എന്നാണ് അവരെന്നോട് പറഞ്ഞത് എന്ന് SFIക്കാർ പറഞ്ഞത് എന്ന് ആ പ്രിൻസിപ്പൾ പറയുന്നു. കോഴിക്കോട് ഫാറൂഖ് കോളേജ് ക്യാമ്പസിന്റെ മുമ്പിൽ SFIയുടെ പോസ്റ്റർ വന്നു. എന്താ പോസ്റ്റർ എന്നറിയോ? ലൈംഗികത നിറഞ്ഞ പോസ്റ്റർ വെച്ചിട്ട് അവരതിനടിയിൽ എഴുതിയത് ലിബറലിസത്തെ കുറിച്ചാണ്.
പരസ്യമായ അതിരുകളില്ലാത്ത ലൈംഗിക വീഴ്ചയെക്കുറിച്ചാണ്. കേരളത്തിന്റെ ക്യാമ്പസുകളിൽ ഭീകരമായ അനാർക്കി ഉണ്ടാക്കാൻ SFI എന്ന് പറയുന്ന ഒരു സംഘടന ശ്രമിക്കുകയാണ്. മതം വേണ്ട, വിശ്വാസം വേണ്ട, മതമല്ല പ്രശ്നം എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾക്ക് ഇപ്പോഴും ഫാക്ട് ചെക്കിങ്ങിന് സൗകര്യമുള്ള ഒരു ടെക്നോളജിയുള്ള കാലല്ലേ ഇപ്പോ? ഷാജി എന്താ കടപ്പുറത്ത് പ്രസംഗിച്ചത് നിങ്ങൾ കേട്ടോ? അതിനകത്ത് പറയുന്നത് ഞാനിങ്ങനെയാണ്, ആ സന്ദർഭത്തിൽ മതമല്ല പ്രശ്നം എന്നാണോ SFIക്കാരാ നീ പറയണത്? ഇത് ഇന്ത്യയാണ്. 4599 ജാതിയും മതങ്ങളുമുള്ള ഇന്ത്യയാണ്. ഈ രാജ്യത്ത് മതം തന്നെയാണ് പ്രശ്നം. മതമാണ് പ്രശ്നം. ഞങ്ങളെ മനുഷ്യരാക്കിയത് മതമാണ്. ഞങ്ങളുടെ സ്വഭാവത്തെ ക്രമീകരിച്ചത് മതമാണ്. മതമില്ല എന്ന് പറഞ്ഞിട്ട് നീ കാട്ടിക്കൂട്ടുന്ന പേക്കൂട്ടുകളല്ല ഈ രാജ്യത്തിന് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയ പ്രസംഗം 4 കൊല്ലം കഴിഞ്ഞിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തപ്പിയെടുത്തിട്ട് തന്റെ ഫേസ്ബുക്കില് ലോക്കൽ സഖാക്കൾ പോലും ചെയ്യാത്ത വിധത്തിൽ വെട്ടി പേസ്റ്റ് ചെയ്ത് നിങ്ങൾ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വിഷയദാരിദ്ര്യത്തിന്റെ പ്രശ്നമാണ്, എന്നോടുള്ള ദേഷ്യത്തിന്റെ പ്രശ്നമാണ്. ഞങ്ങൾക്കത് പറയാതിരിക്കാനാവൂല. ഞാൻ ഒരൊറ്റ കാര്യം പറയട്ടെ, എല്ലാ വിശ്വാസികളും ഇല്ല ഇവിടെ. നമുക്ക് മതം നമ്മളുടെ വിശ്വാസമല്ലേ, നമ്മളുടെ പ്രശ്നമല്ലേ? ഞാൻ മതമാണ് പ്രശ്നം എന്ന് പറഞ്ഞപ്പോ അതിനെതിരായിട്ട് വേറെന്താ ഞാൻ പറയേണ്ടത്? മതമല്ല പ്രശ്നമെന്നോ? എനിക്ക് പറയാനാവില്ല. ഒരു ചോദ്യമുണ്ട്, ഒരു ഹിന്ദു സഹോദരനോട് നിങ്ങൾ ചോദിക്ക്, നിന്റെ മതം അവന് പ്രശ്നമാണ്, അവന്റെ പ്രശ്നമാണ്, അവന്റെ വിശ്വാസമാണ്, വേറെ എല്ലാത്തിലും അവൻ കോംപ്രമൈസ് ചെയ്യും. ഒരു ക്രിസ്ത്യാനിയോട് ചോദിക്കും. മതം എല്ലാവർക്കും പരമമായി അവരുടെ വിശ്വാസവും ആചാരവുമാണ്. നിങ്ങൾ എന്നെ വേട്ടയാടിയത് അതുകൊണ്ടൊന്നുമല്ല. നിങ്ങൾ ശബരിമലയില് സ്ത്രീ പ്രവേശത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ കളിച്ച ഒരു കള്ളക്കളിയുണ്ട്, വൃത്തികെട്ട കളിയുണ്ട്. ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിക്കണം എന്ന് പറയാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന് എന്താ അധികാരമുള്ളത്? ശബരിമലയുടെ ചരിത്രം നിങ്ങൾക്കറിയോ? വാവരും അയ്യപ്പനും നമ്മളുടെ ബന്ധവും സ്നേഹമൊക്കെ നമ്മൾ കുറെ പ്രസംഗം കേട്ടിട്ടുണ്ട്. ശബരിമല നിങ്ങളറിയോ? അയ്യപ്പൻ ബ്രഹ്മചാരി ആയതുകൊണ്ട് അവരുടെ വിശ്വാസമാണ് 10 വയസ്സിന് താഴെയുള്ള 50 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളെ വരാൻ പാടുള്ളൂ. ആർത്തവ കാലത്തിലൂടെ കടന്നു പോകുന്ന സ്ത്രീകൾ അവിടെ വരരുത്. അയ്യപ്പന് കോപമുണ്ടാകും, ക്ഷേത്രത്തിന്റെ ആചാരങ്ങൾ ലംഘിക്കപ്പെടും. അതവരുടെ വിശ്വാസമല്ലേ? അവിശ്വാസിക്കാൻ അവർക്ക് അധികാരമില്ലേ? എന്നിട്ട് അതിന്റെ പേരിൽ നിങ്ങൾ വനിതാ മതിലുണ്ടാക്കി, നവോത്ഥാന മതിൽ. നിങ്ങൾ മനസ്സിലാക്കണം, എനിക്കതിൽ സങ്കടമൊന്നുമില്ല, നിങ്ങൾ ഉണ്ടാക്കിക്കോ. പക്ഷെ എന്നെ സങ്കടപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. ആ മതിലിൽ അന്തവും കുന്തവും അറിയാതെ ഈ CPM-ന്റെ കൊടിയും പിടിച്ചിട്ട് കുറെ മുസ്ലിം പെണ്ണുങ്ങൾ പോയി നിന്നു. പാത്തുമ്മയും സുബൈദയും ഒക്കെ പർദ്ദയിട്ടിട്ട് ശബരിമലയിൽ പെണ്ണുങ്ങൾ കയറണം എന്ന് പറഞ്ഞിട്ട് ജാഥയിൽ നിന്നു. ഞാനന്ന് പ്രസംഗിച്ചു, സഭയുടെ അകത്തും പ്രസംഗിച്ചു, പുറത്തും പ്രസംഗിച്ചു. ഞാൻ ചോദിച്ചത് ഇതാണ്, ശബരിമലയിൽ പാത്തുമ്മക്ക് എന്താ കാര്യം? ഹിന്ദുക്കളുടെ വിശ്വാസത്തിൽ ഇടപെടാൻ സുബൈദക്ക് എന്താ കാര്യം? ആർത്തവകാലത്ത് ശബരിമലയിൽ പോകാൻ പാടില്ല എന്ന് പറഞ്ഞതാണോ? ആർത്തവകാലത്ത് മുസ്ലിം സ്ത്രീകൾക്ക് നോമ്പ് നോക്കാൻ പറ്റുമോ? ആർത്തവകാലത്ത് ഏതെങ്കിലും ഒരു മുസ്ലിം സ്ത്രീ നിസ്കരിക്കുമോ? ആർത്തവകാലത്ത് ഖുർആൻ ഓതുവോ? അതെന്താന്ന് ചോദിച്ചാൽ എന്താണ്? അതവരുടെ വിശ്വാസമാണ്, യുക്തിയല്ല വിശ്വാസം. നമ്മൾ എല്ലാ പള്ളികളിൽ നിന്നും ബാങ്ക് കേൾക്കണില്ലേ? ഏതെങ്കിലും ഒരു ബാങ്ക് പെണ്ണുങ്ങൾ കൊടുത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എത്ര സമുദായത്തിനകത്ത് എത്ര അവാന്തര വിഭാഗങ്ങളുണ്ട്? സുന്നികളിൽ എത്ര അവാന്തര വിഭാഗം, മുജാഹിദുകൾ എത്ര ആയിട്ട് പടർന്നിട്ടുണ്ട്? ഏതെങ്കിലും ഒരു സംഘടന അക്കാര്യത്തിൽ ഒരു വിപ്ലവം പറഞ്ഞോ? ഞങ്ങൾ ബാങ്ക് കൊടുക്കട്ടെ, പെണ്ണുങ്ങൾ കൊടുത്താൽ ഒരു ഇമ്പുള്ള ശബ്ദമാണ് പെണ്ണുങ്ങൾ, ഒരു കൊടുക്കട്ടെ എന്ന് പറഞ്ഞോ? ലോകത്തെവിടെയും കേട്ടിട്ടുണ്ടെങ്കിൽ എന്താ കാര്യം? പെണ്ണുങ്ങൾ ബാങ്ക് കൊടുത്താൽ ശബ്ദം പുറത്തു വരുമേ, മൈക്കുന്ന് വരും. എന്താ കൊടുക്കാത്തത്? അത് മുസ്ലിങ്ങളുടെ വിശ്വാസമാണ്. വിശ്വാസം വേറെയാണ്, യുക്തി വേറെയാണ്. ആ പിണറായി വിജയൻ കേരളത്തിലെ ഹിന്ദുമത വിശ്വാസികളുടെ ശബരിമലയിൽ ഇടപെടാൻ വന്നപ്പോ ഞങ്ങൾ ഉണ്ടായിരുന്നു പൊരുതി അതിന്റെ മുമ്പിൽ നിൽക്കാൻ, സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട്.
അതിന് വിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശബരിമലയിലെ ഹിന്ദു മതവിശ്വാസികളുടെ കൂടെ ഞങ്ങൾ എല്ലാവരും നിന്നു. അതുകൊണ്ടാണോ നിങ്ങൾക്ക് ദേഷ്യം പിടിച്ചിട്ട് എന്നെ വർഗീയവാദിയാക്കിയത്? എനിക്ക് കുഴപ്പമൊന്നുമില്ല, നിങ്ങളാക്കിക്കോളൂ. നിങ്ങള് സാത്താൻ